ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ നിന്നും നേരിട്ട് മേഴ്സ്കിന്റെ ഒരു കപ്പൽ നമ്മുടെ പോർട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് പോകാം കപ്പലിന്റെ ഡീറ്റെയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ കപ്പൽ ചാലിലാണ്. നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ നമ്മുടെ പോർട്ടിനകത്തേക്ക് കപ്പൽ പ്രവേശിക്കുന്നതായിരിക്കും. അമേരിക്കയിലെ മേരിലാൻഡിന്റെ ബാൾട്ടിമാർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് എത്തിയത്. ഡെസ്റ്റിനേഷൻ കൊളംബോ പോർട്ടായിരുന്നു. കൊളംബോ പോർട്ട് സ്കിപ്പ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ പോർട്ടിലേക്ക് ഈ ഷിപ്പ് വരുന്നത്. ഇത് മേഴ്സ്കിന്റെ ഷിപ്പാണ്. മേഴ്സ്കിന്റെ ഷിപ്പ് എന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ പോർട്ടിൽ വരുന്ന 90% ഷിപ്പുകളും MSCയുടെ തന്നെയാണ്. ആ ഒരു വലിയൊരു ഷിപ്പിംഗ് കമ്പനി, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വരുന്നതുകൊണ്ട് വലിയ നേട്ടമാണ് നമുക്ക് നേടിയെടുക്കാനായി സാധിച്ചത്. അതായത് കുറഞ്ഞ കാലയളവിൽ 3.5 ലക്ഷം TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നമുക്ക് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും മേഴ്സ്കിന്റെ ഷിപ്പുകളും നമ്മുടെ പോർട്ടിൽ ധാരാളമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന മേഴ്സ് സുറാക്ക് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം മേഴ്സ്കിന്റെ കണ്ടെയ്നറുമുണ്ട്, MSCയുടെ കണ്ടെയ്നറുമുണ്ട്. പക്ഷെ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് വളരെ കുറവാണ്. നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിന്റെ ബ്രിഡ്ജ് പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഈ ഷിപ്പിന്റെ വ്യൂ നമ്മൾ ഇങ്ങനെയല്ല നോക്കല്. കാരണം ഷിപ്പ് നമ്മുടെ ഈ പറയുന്ന കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യൂ ആണ് നമുക്ക് എപ്പോഴും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഷിപ്പ് വളരെ ഫാസ്റ്റായിട്ടാണ് പോർട്ടിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തിരിഞ്ഞ് ബർത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് വിങ്ങും നിലവിൽ നാവിഗേഷൻ എക്യുപ്മെന്റ്സും മങ്കിയലും റഡാറും സിഗ്നൽ മാസ്റ്റൊക്കെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാലും നമുക്ക് ഷിപ്പ് പൂർണ്ണമായിട്ടും പോർട്ടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഇതൊരു 180 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. ധാരാളമായി MSCയുടെ കണ്ടെയ്നറാണ് നമുക്ക് ഈ ഷിപ്പിനകത്ത് കൂടുതലായി കാണാൻ സാധിക്കുന്നത്. ഷിപ്പിന്റെ വലിപ്പം, അതായത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞില്ല, 10/5/2015 നിർമ്മിച്ച ഷിപ്പാണ്. ഇത്തിരി പഴക്കം ചെന്ന ഷിപ്പ് തന്നെയാണ്. ഏകദേശം 299.9 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറിയതിനാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടഗ് ബോട്ടിൽ നിന്നും റോപ്പ് റിലീസ് ചെയ്ത് ഇനി കൺട്രോൾ ചെയ്തിട്ടാണ് ഷിപ്പിനെ നമ്മൾ ബെർത്തിൽ അടുപ്പിക്കുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് കപ്പൽ ചാലിൽ നിന്ന് നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറിയപ്പോൾ ടഗ് ബോട്ടിന്റെ ഈ പറയുന്ന 3 ടഗ് ബോട്ടിന്റെ കൺട്രോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ടഗ് ഏതാണ് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡോൾഫിൻ 28 ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 3 ടഗ് ബോട്ടുകളുടെ കൺട്രോളിലാണ് നമ്മുടെ ഈ പറയുന്ന 3 ടഗ് ബോട്ട് മാത്രമല്ല, നമ്മുടെ പോർട്ടിന്റെ പൈലറ്റിന്റെയും കൺട്രോളിലാണ് എല്ലാ ഷിപ്പും നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നത്. പക്ഷേ ഈ ഷിപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം നമ്മൾ ധാരാളമായിട്ട് MSCയുടെ ഷിപ്പ് കാണുമ്പോൾ, നിലവിൽ മേഴ്സ്കിന്റെ സുറാക്ക് അല്ലെങ്കിൽ മേഴ്സ്കിന്റെ ഒരു കപ്പൽ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. വ്യത്യസ്തമായ ഒരു കമ്പനി ഉണ്ടല്ലോ. പലരും ചോദിക്കുന്നുണ്ട് മെസ്സേജിലിട്ട് MSC മാത്രമേ വരുന്നുണ്ടോ. കാരണം നമുക്ക് മേഴ്സ്കിന്റെ കപ്പലും വരുന്നുണ്ട്. ഇത് ആദ്യത്തെ കപ്പലെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കപ്പലല്ല, ഇനിയും മേഴ്സ്കിന്റെ കപ്പലുകൾ ധാരാളമായി വരും. നമുക്ക് ഈ ടഗ് ബോട്ട് ഡോൾഫിൻ 27 ആണ്. അപ്പോൾ നമ്മൾ 28, 27, 26 ആണെന്ന് തോന്നുന്നു ഫ്രണ്ടിലുള്ളത്. അങ്ങനെ 3 ടഗ് ആണ് നമുക്കുള്ളത്. നമുക്ക് ആ ഷിപ്പിനെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കപ്പലിലെ ക്രൂ മെമ്പേഴ്സിന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ക്രൂ മെമ്പേഴ്സ് ടഗ് ബോട്ടുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവുന്നതാണ്. ഇതാ മുന്നിൽ നിൽക്കുന്ന ടഗ് ആവട്ടെ ഡോൾഫിൻ 26 ആയിരിക്കും. അങ്ങനെ 26, 27, 28 അങ്ങനെ 3 ടഗ് ബോട്ടാണ് ഇപ്പോൾ മേഴ്സ് സുറാക്കിന്റെ സൈഡിലൂടെയും പിന്നിലൂടെയും പോകാൻ സാധിക്കുന്നതിന്. പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന ബെർത്തിങ്ങിലേക്ക് പോകുന്നത്. ഇപ്പോൾ 3 ടഗ് ബോട്ടിന്റെ കൺട്രോളിലും പോർട്ടിലെ പൈലറ്റിനെ കൺട്രോളിൽ കപ്പലിനെ നമ്മുടെ പോർട്ടിന്റെ അകത്തെത്തിച്ചിരിക്കുന്നു കേട്ടോ. അകത്തെത്തിച്ചിട്ട് ബെർത്ത് പോർഷനിൽ എത്തിയിട്ടില്ല. കാരണം നമ്മുടെ ബെർത്തിൽ വേറൊരു ഷിപ്പ് പൂർണ്ണമായിട്ടും ഉണ്ട്. ഇനി നമുക്ക് കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ 299.9 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത് വരിക. 48.2 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. 15 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 12.5 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് 10.6 മീറ്ററാണ്. 9,971 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള ഷിപ്പിന് 1450 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന
വലിയൊരു ഷിപ്പ് തന്നെ എന്ന് പറയാം. കാരണം 2015 നിർമ്മിച്ച ഷിപ്പ് ആയതുകൊണ്ടാണ് ഈ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് കുറവായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഡ്രാഫ്റ്റ് ഇതിൽ കാണുന്നത് 12.5 ആണ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 10.6 മീറ്ററുമാണ്. അതുമാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്ക് ഷിപ്പിൻ്റെ ഫണലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഫണൽ പോർഷനും ബ്രിഡ്ജ് പോർഷനും നിലവിൽ ബൾബസ് ഉൾപ്പെടെ ആങ്കർ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു റൊട്ടേഷൻ പോർഷൻ. അതായത് നമ്മൾ കുറച്ച് വൈകിയാണ് വന്നെങ്കിലും നമുക്ക് ഷിപ്പ് പൂർണ്ണമായിട്ടും നേരത്തെ പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ ഈ ഷിപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ, റൊട്ടേറ്റ് ചെയ്യാതെയും ബെർത്ത് ചെയ്യാം, പക്ഷേ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ബെർത്തിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് 2 ടെർമിനലുള്ള ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ഇപ്പോൾ ടെർമിനൽ 2 ഒരു കപ്പൽ ഉണ്ട്, MSC LC3 എന്നാണ് തോന്നുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ MSC LC3 ആണ് നിലവിലുള്ളത്. ഏകദേശം 208.3 മീറ്റർ ലെങ്തും 29.8 മീറ്റർ ബീമും 16.4 മീറ്റർ ഡെപ്തും 11.9 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഷിപ്പിന് ഏകദേശം 2672 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 481 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന MSC LC3 ടെർമിനൽ 2 അപ്പോൾ ടെർമിനൽ 1 നമ്മുടെ ഈ പറയുന്ന മാർക്ക് സുറാഖ് എന്ന് പറയുന്ന കപ്പൽ പോകുന്നത്. അപ്പോൾ 2-3 രീതിയിൽ പോകാം. നേരെ പോയിട്ട് നമ്മുടെ ബെർത്ത് ചെയ്യാം, തിരിഞ്ഞ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ബെർത്ത് ചെയ്യാം, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കാം. നമുക്ക് പിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ സമയം വരെ, അതായത് റൊട്ടേഷൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ധാരാളം MSCയുടെ കണ്ടെയ്നറുകളാണ് യാർഡ് പോർഷനിൽ നിരനിരയായി നിർത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5 ലക്ഷം TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് സാധ്യമാക്കിയ, വളരെ കുറഞ്ഞ കാലയളവിൽ സാധ്യമാക്കിയ നമ്മുടെ പോർട്ടിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഡ്രഡ്ജ് ചെയ്ത മണലൊക്കെ പല ഭാഗത്തായിട്ട് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഡ്രഡ്ജ് ചെയ്താണ്, അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നതും എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കടലിനോട് ചേർന്നിട്ട് ഒരു എക്സ്കവേറ്ററും കാണാനായി സാധിക്കും. നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിലെ വർക്കിന് ആവശ്യമായിട്ടാണ് ഈ പറയുന്ന പോർട്ടിലെ മണൽ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം പുതിയ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. കാരണം അത് നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഷിപ്പ് തിരിയുന്ന സമയം കൊണ്ട് തന്നെ പോർട്ടിൻ്റെ ഡീറ്റെയിൽ കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. പോർട്ടിന് വേണ്ടി പ്രത്യേക അപ്ഡേഷൻ തന്നെ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ നോക്കുന്നുണ്ട്. പോർട്ടിൻ്റെ നോക്കുന്നുണ്ട്, ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ നോക്കുന്നുണ്ട്. ഇപ്പോൾ വർക്ക് ഏകദേശം പോർട്ടിൻ്റെ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഓരോ ആഴ്ചയിൽ അപ്ഡേഷൻ എടുക്കാത്തത്. എങ്കിലും നമുക്ക് നോക്കാം. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ തിരിഞ്ഞിട്ടില്ല. തിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് 3 ടഗ് ബോട്ടുകളും അണ്ടർ കൺട്രോളിൽ നമ്മൾ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആലോചനയിലായിരിക്കാം ക്ലോക്ക് വൈസിൽ വേണോ ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണോ എന്ന്. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പോർട്ടിലെ ഏറ്റവും വലിയ വർക്കിലൊന്നായ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന ബ്രേക്ക് വാട്ടറാണ്. നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ ആക്രോപോഡുകൾ നിരനിരയായി നിരത്തി കാണാൻ സാധിക്കും. ഇതാണ് 2960 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്ത ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം ആക്രോപോഡുകൾ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരമാല കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരാഴ്ചയായിട്ട് വളരെ കൂടുതലാണ് തിരമാലയും, വളരെ കൂടുതലാണ് വെള്ളം കുറച്ചുകൂടി കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കരയിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന ആക്രോപോഡ് കഴിഞ്ഞാൽ ഹെവി റോക്കും ഫില്ല് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കോൺക്രീറ്റ് പോർഷൻ ഈ പോർഷൻ വരെ എത്തിയിട്ടില്ല. കോൺക്രീറ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗത്തു നിന്നാണ് കോൺക്രീറ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 80 മീറ്റർ എന്തോ കഴിഞ്ഞ് 100 ഏകദേശം ഒരു 80-100 മീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് ഈ പറയുന്ന കോൺക്രീറ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ സാറ്റലൈറ്റ് വ്യൂ സെന്റിനൽ ഹബിൽ നമ്മൾ പലപ്പോഴായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇവിടെയും വർക്ക് സ്റ്റാഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ കോൺക്രീറ്റ് റോഡ് ക്ലീനിങ് ജോലികളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നത്. ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ്. അതിനുശേഷം ചെറിയ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ചെറിയ ബാഡ്ജിങ് നടക്കുന്നു. ബാഡ്ജിങ് മീൻസ് അതായത് എത്ര മീറ്റർ ആണെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കുകളെല്ലാം സൈഡിൽ നമുക്ക് വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെ നിന്നിട്ടാണ്, വളരെ മാക്സിമം സൂം ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേട്ടോ, മാർക്കിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ല വെയിലുമുണ്ട്. കാരണം ഇപ്പോഴത്തെ വെയിൽ നമുക്കെല്ലാം അറിയാം. എന്നാലും ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ കടൽക്കാറ്റിൻ്റെ ഒരു ആശ്വാസം കൊണ്ടാവാം വർക്കൊക്കെ വളരെ ഫാസ്റ്റ്, അല്ലെങ്കിൽ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന 10 മീറ്റർ വീതിയുള്ള റോഡ്. നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. കാരണം ഇങ്ങനെ മൂവ് ചെയ്താൽ എത്രത്തോളമാണ് നമ്മൾ ഓൾറെഡി ഏകദേശമല്ല നമ്മൾ 100% ഈ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസിലെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബെർത്തും 800 മീറ്റർ കംപ്ലീറ്റ് കഴിഞ്ഞു. അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കറുപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നമുക്ക്
ഈ പറയുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളും അതും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കാരണം യാർഡ് പോർഷൻ പൂർണ്ണമായിട്ട് വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനോട് ചേർന്നിട്ടുള്ള, അതായത് ബെർത്തിനോട് ചേർന്നിട്ടുള്ള ബെർത്തും യാർഡ് പോർഷൻ്റെ ബെർത്തും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിവിടെ കാണുന്ന നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ റോഡിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി ചെറിയ ഈ പറയുന്ന ലൈൻസും മാർക്കിംഗ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ അവിടെ നടക്കുക. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞു. കാരണം ഇവിടെ ക്രെയിൻസ് ഇല്ല, ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, കോൺക്രീറ്റ് മിക്സർ മെഷീനിൽ ഇതൊന്നും ഇതിൻ്റെ മുകളിലില്ല. അല്ലെങ്കിൽ എപ്പോഴും സദാസമയം ക്രെയിനും കോൺക്രീറ്റ് മിക്സർ മെഷീനും കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബെർത്തിൻ്റെ ഭാഗത്തെത്തി. ഇപ്പോൾ നമ്മളെ കപ്പൽ തിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ബോക്സ് സുറാക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും കപ്പൽ തിരിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ബാക്കിയുള്ള ബെർത്തിൻ്റെ പോർഷൻ കൂടി നോക്കി വരുമ്പോൾ ഈ കപ്പൽ തിരിയുമായിരിക്കാം. നമുക്കിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഒന്ന് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അടുത്ത ബ്രേക്ക് വാട്ടറിൻ്റെ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും കുറച്ച് വർക്കിംഗ് സ്റ്റാഫുകൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതെല്ലാം മാർക്കിങ്ങും ലൈൻസും ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത്. കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ വളരെ ദൂരെ ഒന്ന് സൂം ചെയ്തതിനാൽ അതിനകത്ത് എന്താ വർക്കെന്ന് നമുക്ക് ഇങ്ങനെ പറയാനേ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ സൈഡിലായിട്ട് മാർക്കിങ്ങും ലൈൻസൊക്കെ കാണാൻ സാധിക്കും. ഈ സൈഡിൽ നമ്മുടെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ സൈഡിൽ മാർക്കിങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഉണ്ടോ, ഈ പോർഷനിലെല്ലാം ആ വർക്കായിരിക്കും നടക്കുന്നത്. ഇനി നമുക്ക് ഇനിയും നോക്കാം. നമുക്ക് അതായത് മെയിൻ വർക്കുകൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മിക്സർ മെഷീൻ യൂണിറ്റ് കാണും, അല്ലെങ്കിൽ ക്രെയിൻസ് എല്ലാം കാണും. ഇതൊന്നും അതിനകത്തില്ല. മെയിൻ വർക്കുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണാത്തത്. നമുക്ക് എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം വേറെ എന്തെങ്കിലും വർക്ക് അവിടെ നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വളരെ ദൂരെ ഒന്ന് സൂം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെറിയ ക്രെയിൻ ഉണ്ട്, ആ ക്രെയിൻ എന്തോ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടോ, ആ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. ബാക്കി എല്ലാ വർക്കും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഇതാ ഇപ്പോൾ നമ്മൾ ബെർത്തിൻ്റെ പോർഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതുവരെ നമുക്ക് ഈ പോർഷനിൽ നിന്നാൽ ബ്രേക്ക് വാട്ടർ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ MSC-LC3 എന്ന് പറയുന്ന കപ്പലും അതിനോട് ചേർന്നിട്ട് 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത ബെർത്ത് പോർഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പ് റൊട്ടേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതും വളരെ വ്യത്യസ്തമായ റൊട്ടേഷനാണ്. വ്യത്യസ്തമെന്ന് പറയാൻ പറ്റില്ല. ധാരാളം ഷിപ്പുകൾ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നേരെ പോയിട്ട് ബെർത്തിങ്, ഈ 2-3 മെത്തേഡിൽ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്യാനായി സാധിക്കും. കാരണം ഇപ്പോൾ ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 10.6 മീറ്ററാണ്. നമ്മുടെ റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.8 മീറ്ററാണ്. MSC കാർമൽറ്റ എന്ന് പറയുന്ന ഷിപ്പാണ് അവസാനമായിട്ട്, അതായത് സിംഗപ്പൂരിൽ നിന്നും നമ്മുടെ പോർട്ടിൽ വന്നപ്പോൾ 16.2 മീറ്റർ ആണെങ്കിലും നമ്മുടെ പോർട്ടിൽ വന്ന് ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയതിന് ശേഷം ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.8 ആണ്. ഈജിപ്തിലേക്കാണ് ഷിപ്പ് MSC കാർമൽറ്റ പോയത്. അതും നമ്മുടെ പോർട്ടിൽ നിന്നാണ് റെക്കോർഡ് ഡ്രാഫ്റ്റോടെ 16.8 മീറ്റർ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന 10.6 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഡ്രാഫ്റ്റാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ വേണോ, അതായത് ഈ പറയുന്ന MSC കാർമൽറ്റ വരെ ഏത് രീതിയിൽ വേണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണോ നമ്മുടെ ബെർത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആഴക്കടൽ പോർട്ട് നമ്മൾ പലപ്പോഴും, അതായത് ഇന്ത്യയിലെ ഒരേ ഒരു ആഴക്കടൽ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം 18 മീറ്റർ മുതൽ 22 മീറ്റർ വരെയാണ് ഡീപ്പ് വാട്ടർ പോർട്ടാണ് നമ്മുടെ പോർട്ട്. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് നിൽക്കുന്ന സ്ഥലം ഏകദേശം 22 മീറ്ററോളം ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷിപ്പിന്റെ ഡ്രാഫ്റ്റിന്റെ ഒരിരട്ടി കൂടിയാണ് നമ്മുടെ പോർട്ടിന്റെ ആഴം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീപ്പ് എന്ന് പറയുന്നത്. അത്രത്തോളം ഡീപ്പ് വാട്ടർ പോർട്ടിലാണ് ഇപ്പോൾ മാക്സ് സുറാക്ക് ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ആന്റി ക്ലോക്ക് ഡയറക്ഷനിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായാലും. കാരണം മാസ്കിന്റെ ഷിപ്പുകൾ വളരെ കുറച്ചാണ് നമ്മുടെ പോർട്ടിലെത്തിയിട്ടുള്ളത്. ഇനിയും ധാരാളമായി എല്ലാ ഷിപ്പും വരും. ഹെപ്ടെക്ലോ ഉൾപ്പെടെ എല്ലാ ഷിപ്പും നമ്മുടെ പോർട്ടിലേക്ക് വരും എന്നുള്ള കാര്യം സംശയമില്ല. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് MSCയുടെ ഷിപ്പുകളാണ്. അതായത് MSCയുടെ വലിയ സർവീസ് അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ അടുത്ത മാസം മുതൽ മാർച്ച് മാസം മുതൽ നമ്മുടെ പോർട്ടിൽ ശനിയാഴ്ച, അതായത് നമ്മുടെ ഈ പറയുന്ന വീക്ക് എൻഡിൽ ഓരോ കപ്പൽ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഷിപ്പ് MSC മിയ ആണ്. ഇങ്ങോട്ട് നിലവിൽ എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഫസ്റ്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് ആ വരുമ്പോൾ ആ ഷിപ്പിന്റെ ഡീറ്റെയിൽ പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ അൾട്രാ ലാർജ് വെസലായിരിക്കും ഇനി ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത, അതായത് ചൈനയിൽ നിന്നും ഒരു കപ്പൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് വഴി യൂറോപ്പിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള, അതായത് 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള നമ്മുടെ പോർട്ടിൽ. അതിനാൽ എമർജൻസിക്കും കഴിഞ്ഞ 1 ദിവസം മുന്നേ 2 ദിവസം മുന്നേ എമർജൻസിക്കും റിപ്പയറിങ്ങുമായിട്ട് ഷിപ്പ് നമ്മുടെ പോർട്ടിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇന്റർനാഷണൽ റൂട്ടിൽ നിന്നും
അത്യാവശ്യത്തിന് കയറാൻ പറ്റിയ ഒരു പോർട്ടാണ്, ഏറ്റവും അടുത്തുള്ള പോർട്ടാണ് നമ്മുടെ പോർട്ട് എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ അറിയാം, പക്ഷേ ഈ പോർട്ട് വന്നതോടുകൂടി തന്നെ, അതായത് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നാണ്. ആ കമ്പനി തന്നെ വിഴിഞ്ഞത്താണ് ഏറ്റവും കൂടുതൽ കപ്പൽ വന്നിട്ടുള്ളത്, നമ്മുടെ പോർട്ടിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയും. അതായത് എനിക്ക് തോന്നുന്നു സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരു പോർട്ടിൽ കയറാത്ത കപ്പൽ വരെ, MSC ക്ലൗഡ് ജെറാഡട്ട് വരെ നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞു. അത്രത്തോളം പ്രാധാന്യമുള്ള പോർട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്നത്. ആ പോർട്ടിലാണ് MSC മാക്സ് ഷിറാക്ക് ഇപ്പോൾ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിയുന്ന കാഴ്ച കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മാസ്കിന്റെ കണ്ടെയ്നർ അതിനകത്തുണ്ട്. അതിൽ ധാരാളമായ, അതിൽ കൂടുതൽ MSCയുടെ കണ്ടെയ്നറിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഗോൾഡൻ കളറിൽ നമ്മുടെ കണ്ടെയ്നറിൽ നമ്മുടെ ബ്ലാക്ക് കളറിലെ MSC എന്ന് എഴുതുന്ന വാർക്കിങ്ങും വളരെ ദൂരം എന്നാലും നമുക്കിപ്പോൾ പരിചിതമായി മാറിക്കഴിഞ്ഞിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് കണ്ടെയ്നർ ദൂരം എന്ന് കാണുമ്പോൾ തന്നെ അത് MSC എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത്രത്തോളം നമ്മുടെ പോർട്ട് ധാരാളം കപ്പലുകളും നമ്മുടെ ഈ പറയുന്ന കണ്ടെയ്നറുകളും യാർഡിൽ കൂടുതലായി ഉള്ളത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കപ്പലിന്റെ വീഡിയോ കാണുന്ന കാരണം നമുക്കത് വളരെ സുപരിചിതമാണ്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് ഷിപ്പിന്റെ നമ്മുടെ ഫണലാണ് നോക്കുന്നത്. ഫണൽ പോർഷൻ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫണൽ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഈ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നേരത്തെ എടുക്കേണ്ടതാണ്. കാരണം വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയതുകൊണ്ടാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇതാണ് നമ്മുടെ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ ഈ പറയുന്ന മേഴ്സ്കിന്റെ കപ്പലുകളുടെ ഈ പറയുന്ന ഫണൽ പോർഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പഴക്കം ചെന്നൊരു ഷിപ്പ്, വളരെ പഴക്കമെന്ന് പറയാൻ പറ്റില്ല. 2015-ലാണ് തോന്നുന്നത്. 2015 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. അതിനാൽ നമ്മുടെ പോർട്ടിലൊക്കെ, അതായത് ഫസ്റ്റ് ട്രിപ്പ് തന്നെ MSCയുടെ ഷിപ്പുകളെല്ലാം ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ പോർട്ടിലേക്കാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ അത് അതിശയമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള ഷിപ്പുകൾ കണ്ട സമയത്ത് നമുക്ക് ഈ പറഞ്ഞ 2015 എന്ന് പറയുമ്പോൾ കുറച്ച് പഴക്കം ചെന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അതുമാത്രമല്ല നമുക്ക് ലാഡർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇത് പോർട്ട് സൈഡ് ആയത് കാരണം ഷിപ്പിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും പ്രവേശനത്തിനാണ് എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് ആണ് ഈ ലാഡർ ഉപയോഗിച്ച് അകത്തേക്കും പുറത്തേക്കും പോകുന്നത്. അത് മാത്രമല്ല ലൈഫ് ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും. എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ലൈഫ് ബോട്ട് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് സൈഡിലെ ഓരോ നിലയും വളരെ വ്യക്തമായിട്ട്, വൈറ്റ് പോർഷനാണ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ വീൽ ഹൗസ് കാണാൻ സാധിക്കും. ആ പറയുന്ന ബ്ലാക്ക് കളർ ഗ്ലാസ് കാണുന്നതാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. വീൽ ഹൗസിന്റെ മുകളിലായിട്ട് മങ്കി എല്ല് കാണാൻ സാധിക്കും. മങ്കി എല്ലാണ് ബാക്കി എല്ലാ സിഗ്നൽ മാസ്റ്റും ഈ പറയുന്ന റഡാറും നാവിഗേഷൻ എക്യുപ്മെന്റ്സും എല്ലാ കണക്ഷൻ എക്യുപ്മെന്റ്സും എല്ലാം വരുന്നത് ഈ പറയുന്ന മങ്കി എല്ലിനോട് ചേർന്നിട്ടുള്ള ആ പോർഷനാണ്. അത് വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ MSC എന്ന് പറയുന്ന ബാഡിക്കും പതിച്ച കണ്ടെയ്നറും മേഴ്സ്കിന്റെ കണ്ടെയ്നറും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ് ഷിപ്പ് തിരിഞ്ഞത്. ഇനി ഷിപ്പ് ടെർമിനൽ 1ലേക്കാണ് പോകേണ്ടത്. ടെർമിനൽ 2ൽ MSCയുടെ തന്നെ ഒരു ഫിഡർ വെസലുണ്ട്. ടെർമിനൽ 1ലേക്കാണ് ഷിപ്പ് പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഷിപ്പിന്റെ ബൾബസ് പവർ നമുക്ക് നോക്കാം. ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 10.6 മീറ്റർ ആയിരുന്നു. മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 12.5 മീറ്റർ ആണ്. അപ്പോൾ ഡ്രാഫ്റ്റ് ഡിഫറൻസിൽ നമുക്ക് ബൾബസ് പവർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ. നമ്മളെപ്പോഴും ഷിപ്പ് വരുമ്പോൾ ഈ പറയുന്ന പ്രധാന പോർഷൻ ആങ്കർ, ബൾബസ് പവർ, ഫോർമാസ്റ്റ്, ബ്രിഡ്ജ് പോർഷൻ എല്ലാം വ്യക്തമായിട്ട് നോക്കുന്നതാണ്. ഈ പറയുന്ന ഇതിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ബൾബസ് പവർ കാണുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ആങ്കർ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ഷിപ്പിന് 2 ആങ്കർ 2 സൈഡിലായിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഫോർമാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർമാസ്റ്റ് ഒന്ന് സൂം ചെയ്തതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ ക്രൂ മെമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടാണ്, വളരെ ദൂരം നിന്നാണ് സൂം ചെയ്യുന്നത്. എന്നാലും വളരെ ചെറുതായിട്ട് ക്രൂ മെമ്പേഴ്സ്, അതായത് നമ്മളിപ്പോൾ ബെർത്തിങ്ങിലേക്ക് പോകുന്നതിനുള്ള അല്ലെങ്കിൽ മൂറിംഗ് റോപ്പുള്ള, നമ്മളിപ്പോൾ ബെർത്തിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മൂറിംഗ് ബ്ലാഡ്സിൽ ഈ പറയുന്ന മൂറിംഗ് റോപ്പ് റിലീസ് ചെയ്ത് കൊടുക്കണം, ഈ പറയുന്ന ബെർത്തിലേക്ക് കൊടുക്കണം. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഫോർമാസ്റ്റ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെ ഫിക്സ് ചെയ്ത ഒരു പോർഷനാണ് ഫോർമാസ്റ്റ്. അതായത് നമ്മുടെ ബ്രിഡ്ജ് പോർഷനിൽ നിന്നാൽ ഫോർമാസ്റ്റിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രിഡ്ജിൽ നമ്മുടെ ഷിപ്പിലെ ഏറ്റവും ഉയരമുള്ള പോർഷനും എവിടെ ഒന്നും നോക്കില്ല, ബ്രിഡ്ജിന്റെ ഏത് പോർഷനിൽ നിന്നാലും നമുക്ക് ഏറ്റവും മുന്നിലെ പോർഷനാണ് ഈ പറയുന്ന ഫോർമാസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഈ പറയുന്ന നാവിഗേഷൻ ലൈറ്റ് ഉണ്ട്. നമ്മൾ എല്ലാ ഷിപ്പും വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫോർമാസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കണക്ഷൻ എക്യുപ്മെന്റ്സും വളരെ വ്യക്തമായിട്ട് നോക്കും. അതുപോലെ തന്നെയാണ് ബ്രിഡ്ജ് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് വിങ്ങും നമ്മുടെ ഈ പറയുന്ന വീൽ ഹൗസും മങ്കി ഐലൻഡ് ഉൾപ്പെടെയുള്ള നാവിഗേഷൻ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ റഡാർ ഉൾപ്പെടെയുള്ള സിഗ്നൽ മാസ്റ്റ് ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ബ്രിഡ്ജ് പോർഷൻ. അത് എല്ലാ ഷിപ്പുകളിലും മിക്ക ഷിപ്പുകളുടെയും വൈറ്റ് പോർഷനിൽ തന്നെയാണ്
അതും നമ്മൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാരണം ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കണ്ടെയ്നർ ഫില്ല് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഡ്രാഫ്റ്റ് കുറവായത് കാരണം ചിലപ്പോൾ ഇത് കുറവ് വേക്കൻറ്റ് കണ്ടെയ്നർ ആവാം, നിലവിൽ ഫില്ല് ചെയ്ത് കണ്ടെയ്നർ ആവില്ല, ചിലപ്പോൾ വേക്കൻ്റ് ആവാം. ഏതായാലും ഷിപ്പ് ഇപ്പോൾ നമ്മുടെ ബെർത്തിൻ്റെ സൈഡിലേക്ക് ഷിപ്പ് എത്തിയിരിക്കുന്നുണ്ടോ. വളരെ സാവധാനമാണ് നമ്മുടെ ബെർത്തിലൂടെ ടെർമിനൽ 1 പോകേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ MSC LC3 സൈഡിലുണ്ട്. അതിൻ്റെ ക്രെയിനുകളെല്ലാം നമുക്ക് ഈ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. കാരണം കണ്ടെയ്നർ കയറ്റുമ്പോൾ ആ കപ്പലിലെ ക്രെയിനുകളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. കാരണം ഇപ്പോൾ 2 ഷിപ്പ് നിൽക്കുന്നു, നമ്മുടെ ബെർത്തും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ തമ്മിൽ ഏകദേശം 900 മുതൽ 1 കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. 950 മീറ്റർ എന്തോണ് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഷിപ്പിൻ്റെ ബീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്ന ഈ ഷിപ്പിന് ഏകദേശം എങ്ങനെ നോക്കിയാലും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഷിപ്പിന് 48 പോയിന്റ് അല്ലെങ്കിൽ 50 മീറ്റർ ഇടാം, 48.2 മീറ്ററാണ്. നമ്മുടെ ഈ പറഞ്ഞ LC3 ആവട്ടെ 29-30 മീറ്റർ, എങ്ങനെ വന്നാലും 70-80 മീറ്ററേ കാണുള്ളൂ. ഏകദേശം 900 മീറ്ററോളം ഈ പറയുന്ന ഡിസ്റ്റൻസ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ബെർത്തും തമ്മിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 4-5 ഷിപ്പുകൾക്ക് ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ ഈ പറയുന്ന ബീം അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വീതി വെച്ചിട്ടാണ് പറയുന്നത്. 2 ഷിപ്പിൻ്റെ വീതി ആകുമ്പോൾ ചിലവർക്ക് വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ സംശയമൊന്നും, 2 ഷിപ്പും കൂടി പോകുമ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് ഈ പറയുന്ന തട്ടുമോ അല്ലെങ്കിൽ നിലവിൽ ബ്രേക്ക് വാട്ടർ സൈഡിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ടോ, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചിലവർക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് എടുത്ത് പറയുന്നത്. ഇപ്പോൾ 900 മീറ്റർ എവിടെയുണ്ട്, നിലവിൽ 70-80 മീറ്റർ എവിടെയുണ്ടെന്ന് ആ വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. 3-4 ഷിപ്പിന് ഇതേ രീതിയിൽ, ഇത് 3 ഒരു 10ഓളം ഷിപ്പുകൾക്ക് ഇതേ രീതിയിൽ തന്നെ ഈ പാരലായിട്ട് ഷിപ്പിന് എങ്ങനെ ഈ പറയുന്ന ഒരേ സമയം എങ്ങനെ പോകാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ബെർത്തിൻ്റെ നീളം നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ലെന്ത് എന്ന് പറയുന്നത് 800 മീറ്ററാണ്. അപ്പോൾ ഇപ്പോൾ 2 ടെർമിനലാണ് നമുക്കുള്ളത്, ടെർമിനൽ 1 ടെർമിനൽ 2. ഈ 2 ടെർമിനലും കൂടി നമുക്ക് 3ഓളം ഷിപ്പുകൾ, നമ്മൾ 3ഓളം ഫീഡർ വെസലിനെ ഒരേ സമയം തന്നെ ബെർത്ത് ചെയ്തിട്ടുണ്ട്. ടെർമിനൽ 1 ടെർമിനൽ 2 2 ഷിപ്പുകളും, അങ്ങനെ 3 ഷിപ്പുകളെ തന്നെ നമ്മൾ ബെർത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടെർമിനൽ 1 പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് സിറാക്ക് എന്ന് പറഞ്ഞ ഷിപ്പ് അമേരിക്കയുടെ മാരിലാൻഡിൽ നിന്നും ബോൾട്ടിമാർ പോർട്ടിൽ, അതായത് മാരിലാൻഡിലെ ബാൾട്ടിമാർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക്, നമ്മുടെ പോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ പോർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ കൊളംബോ പോർട്ടായിരുന്നു ഡെസ്റ്റിനേഷൻ ഉള്ളത്, അത് മാറ്റിയിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക്. എനിക്കൊന്ന് കൊളംബോ പോർട്ടിൽ ചിലപ്പോൾ അൺലോഡ് ചെയ്യേണ്ട കണ്ടെയ്നർ ആവാം, അല്ലെങ്കിൽ കൊളംബോ പോർട്ടിൽ നിന്നും വേറെ ഏതെങ്കിലും നിലവിൽ ഈ പറയുന്ന ഈ ഗൾഫ് രാജ്യത്തിലെ ജിബൂട്ടിലേക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകേണ്ട കണ്ടെയ്നർ ആവാം. അത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ, എങ്ങനെ കൊളംബോ പോർട്ട് സ്കിപ്പ് ചെയ്യുന്ന ധാരാളം കപ്പലുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നു. അതായത് നമ്മുടെ സിംഗപ്പൂർ നേരിട്ട് കൊളംബോയിൽ പോകാതെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ട് യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇനി യാൻഷൻ പോർട്ടിൽ നേരെ ഈ പറയുന്ന സിംഗപ്പൂരും കൊളംബോയും കട്ട് ചെയ്തിട്ട് നമ്മുടെ പോർട്ടിലേക്കും വരുന്നുണ്ട്. അതായത് നമ്മുടെ ചൈനയാണ് നമുക്കറിയാം ഈ ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും അല്ലെങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഉള്ള രാജ്യം എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല, നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ പറയുന്ന കപ്പൽ ശൃംഖലകൾ നമ്മുടെ പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ രാജ്യത്തും പ്രൊഡക്ഷൻ കൂടുക തന്നെ ചെയ്യും. കാരണം പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് നമുക്ക് നേടാൻ കാണിക്കും. കാരണം ലോകരാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കപ്പലുകളാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻ്റായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ വന്നു പോകുന്നത്. അതിനാൽ നമ്മുടെ രാജ്യവും പ്രൊഡക്ഷനിൽ 1ാം സ്ഥാനം തന്നെയായിരിക്കും. കൺസ്യൂമർ മാത്രമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ഇനി ധാരാളം കമ്പനികൾ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് നേരിട്ട് നമ്മുടെ പോർട്ട് വഴി ലോകരാജ്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും പോകുന്ന കപ്പൽ വഴി നമുക്ക് ലോകരാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനായി സാധിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന STS ക്രെയിൻ ഉൾപ്പെടെ വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിലെ ഷാങ്ഹായുടെ പോർട്ടിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെ മുന്നിൽ കിട്ടുന്ന STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും ഉൾപ്പെടെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിലാണ്. ഈ പറയുന്ന ചൈന അത്രയും വലിയൊരു പ്രൊഡക്ഷൻ രാജ്യമായതിനാൽ പല കപ്പൽ കമ്പനികളും അവരുടെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിലെ യാങ്ഷൻ പോർട്ടിലും ഷാങ്ഹായ് പോർട്ടിലും തന്നെയായിരിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഓർഡർ അനുസരിച്ച് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ലോക രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാണ്. ആ സപ്ലൈ ചെയ്യുന്ന കപ്പൽ റൂട്ട് എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കപ്പൽ കടന്നു പോകുന്നത്. ആ സീ റൂട്ടിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ പോർട്ടുള്ളത്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് തന്നെയാണ്. അതിനാൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ട മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നർ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പോർട്ടിനകത്ത് ലോഡ് ചെയ്തിട്ടായിരിക്കും മെയിൻ കപ്പലുകളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ വിജയവും. അങ്ങനെ നമുക്കും നമ്മുടെ രാജ്യവും ധാരാളം പ്രോഡക്റ്റുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നവർക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും
അവരുടെ പ്രോഫിറ്റ് തീർച്ചയായിട്ടും കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്ന നമ്മുടെ മുന്നിലുള്ളത്. കുറഞ്ഞ കാലയളവ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് 3.5 lakhs TEU ആണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത്രയും വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി കൈകോർക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ MSCയുടെ ഷിപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. MSCയുടെ ചെയിൻ സർവീസ് ഉൾപ്പെടെ കപ്പലുകളാണ് അടുത്ത മാസം മുതൽ നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്നതും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. താങ്ക് യു.